Hey guys, welcome back to another new episode of Minecraft. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് മൈൻക്രാഫ്റ്റ് യൂട്യൂബ് തുടങ്ങാൻ പോവാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇതിന്റെ ഫസ്റ്റ് എപ്പിസോഡാണ് ലെറ്റ്സ് പ്ലേ. സീഡ് തന്നു കഴിഞ്ഞാൽ ഇതാണ് സാധാരണ സീഡാണ്. അപ്പോൾ ശരി വീട്ടിലുള്ള അപ്പോൾ ക്രിയേറ്റ് ന്യൂ വേൾഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആയിട്ട് വില്ലേജും കുറച്ചധികം നല്ലൊരു സീഡാണ്. ആക്ച്വലി എന്റെ സ്കിന്ന് നോക്കുകയാണെങ്കിൽ ഇതാണ് എന്റെ സ്കിന്ന്. ആദ്യമായിട്ടാണ് യൂട്യൂബിൽ വരുന്ന ഏസ്. അപ്പോ എല്ലാരും ഒന്ന് റീച്ച് ഒക്കെ തരുന്നിട്ട് സപ്പോർട്ട് ചെയ്തിക്കുക. അപ്പോ എന്റെ ആദ്യത്തെ എപ്പിസോഡ് ആയതുകൊണ്ട് തന്നെ മരമൊന്നും കാണാനില്ല. ഇത് കുറെ മുമ്പ് ഞാൻ കുറെ എപ്പിസോഡല്ല മൈൻക്രാഫ്റ്റ് കളിച്ചിട്ടുണ്ട്. ബട്ട് ഇതാണ് ആദ്യത്തെ മൈൻക്രാഫ്റ്റ് എപ്പിസോഡ് യൂട്യൂബിൽ നടക്കുന്നത്. ഇവിടെ സ്വിച്ച് ടേബിൾ ഉണ്ട്. ഓക്കെ, ആദ്യത്തെ എപ്പിസോഡാണ് യൂട്യൂബത്തെ, പക്ഷെ മൈൻക്രാഫ്റ്റിലെ ആദ്യത്തെ എപ്പിസോഡല്ല. ഓക്കെ, അപ്പൊ ഇതാണ് മൂർച്ചയായി തടി. ഓക്കെ, മുറിച്ചണ്ട് വെച്ചേക്കാം. ഓക്കെ, അപ്പോ എല്ലാ വുഡും നമ്മളങ്ങനെ പൊളിച്ചു മാറ്റി ഗൈസ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഓക്കാക്കിയിരിക്കട്ടെ. അങ്ങനെ കുറച്ച് ദിവസത്തിന് ശേഷം കുളിച്ചിരിക്കുകയാണ്. ഓക്കെ, എല്ലാ വീടും നമ്മളങ്ങനെ ലൂട്ട് ചെയ്യാനുള്ള പരിപാടിയിലാണ്. ഇതിനകത്തൊന്നുമില്ല. നിങ്ങൾ പറ ഗൈസ്, ഞാൻ നൂബാണോ അല്ലയോ? ബുക്ക് ഷെൽഫ്. ഓക്കെ, എല്ലാരും ബുക്ക് ഷെൽഫ് കളക്ട് ചെയ്തിരിക്കുന്നു. അല്ല, എല്ലാവരും അല്ല, ഞാൻ മാത്രം. ഓക്കെ, ഹലോ ചിക് ചിക്. ഓക്കെ ഓക്കെ ഓക്കെ, ഇവിടെ ബ്ലാക്ക് സ്മിത്ത് വല്ലോ ഇമാരെ കണ്ണെടുത്താ കണ്ടൂടാ. നമ്മൾക്ക് ഇത്ര ഹേർട്ടാടാ. എന്നെക്കാട്ട് ഹേർട്ട് ഉണ്ടോ അവർക്ക്? അപ്പൊ ഞാൻ നാളെ എന്റെ ഫസ്റ്റത്തെ ഗോൾ ഫുൾ ഡയമണ്ട് ആർമറാ. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു സ്മോൾ ഹൗസ് ഉണ്ടാക്കണം. ഫസ്റ്റ് നമുക്ക് ഉണ്ടാക്കേണ്ട ഒരു കുറച്ച് സ്റ്റിക്ക് എടുത്തിട്ട് ഇപ്പൊ രണ്ടോട് വെച്ചിട്ട് ഒരു പിക്കേക്സ് ഉണ്ടാക്കാം. എന്റെ അമ്മ, രണ്ട് പിക്കാക്സ് അറിയാതെ ഉണ്ടാക്കുക. എനിക്ക് അറിയാതെ ഷിഫ്റ്റ് നക്കിപ്പിടിച്ച്. സാരല്ല. ഇപ്പോ ബൈ ദ ബൈ നമുക്കൊരു കബിൾ സ്റ്റോൺ വേണം. അതിനായിട്ട് ഒരു പെർഫെക്റ്റ് സ്ഥലം കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് അതൊന്ന് ഉണ്ടാക്കി വെക്കാം. എന്താണ് മകനാണ് നമ്മ ഇന്നോട് തപ്പിക്കനെ ഇതൊക്കെ മാറ്റുക. നമുക്ക് ഇതിൽ ഏയോ വില്ലേജിൽ ബ്ലാക്ക് സ്മിത്ത് ഉണ്ട് കേസ്, അതൊക്കെ ഉറപ്പാ. ഗായ്സ് കുറച്ച് സ്റ്റോണേജ് ഉണ്ട്. ഭഗവാൻ കഷ്ടപ്പാടിന് ശേഷം സ്റ്റോണേജ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോ കുറച്ച് നേരത്തിന് ടൈം ലാസ്റ്റ് അല്ല. അപ്പൊ ഞാന് കുറച്ച് ഡയമണ്ട്സ് കണ്ടെത്തിയിട്ട് അറിയിക്കട്ടാ ഗായ്സ്.
ഇത്രയും കാഴ്ചകളെ ബോറടിപ്പിക്കില്ല. ഏതായാലും ഞാൻ കുറച്ച് സാധനം ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. എന്താണെന്നല്ലേ കാണിച്ച് തരാ. പക്ഷെ ഡയമണ്ട് എടുത്തിട്ടില്ല. ചെയ്യാം. ഓ, ഞാൻ ഒപ്പിച്ച് വെച്ച കാര്യം നോക്കുകയാണെങ്കിൽ 42 അയണിങ് കട്ടയാണ് കണക്ട്. ബാക്കിയെല്ലാം ഇതൊക്കെയാണ്. ഇത് പൊട്ടണ വരാൻ വേണ്ടി അപ്പൊ രാത്രി ആയിട്ടുണ്ട്. ബെഡ് ഇതിൻ്റെയിലുണ്ട്. ഓക്കെ, സ്വീറ്റ് അച്ചീവ്മെന്റ് കിട്ടിയിരിക്കുകയാണ് എനിക്ക്. ഓക്കെ, ഏകദേശം അപ്പൊ ഞാനത് പറഞ്ഞ പോലെ തന്നെ ഇതെന്റെ യൂട്യൂബ് കരിയറിൽ തന്നെ ആദ്യത്തെ എപ്പിസോഡാ. അല്ല, യൂട്യൂബിലെ കരിയർ നമുക്കറിയാമായിരിക്കും. യൂട്യൂബിന്റെ തുടക്കത്തില് ഞാൻ യൂട്യൂബ് ചെയ്തിട്ടുണ്ടോ ചോദിച്ചാ എനിക്ക് സ്വന്തം ചാനൽ ഉണ്ടായിരുന്നില്ല. മറ്റേ ചാനലിലൊക്കെ ഞാൻ എടുത്ത് വേറെ കുറെ ചാനലിലൊക്കെ ഞാൻ അഭിനയിച്ചിട്ടുണ്ടെന്നാലും എനിക്ക് സ്വന്തം ചാനൽ ഉണ്ടായിരുന്നില്ല. ഇതാണ് എന്റെ ആദ്യത്തെ സ്വന്തമായിട്ടുള്ള ചാനല്. അപ്പോ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് എന്തിനു തരണേ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നിങ്ങളൊന്ന് ആ പവർ കാണിച്ചു കഴിഞ്ഞാ ബാക്കിയുള്ളവരുടെ മുമ്പിൽ ഏറ്റവും കൂടുതൽ സബ്സ്ക്രിപ്ഷൻ ഉള്ളത് എനിക്കായിരിക്കണം. ആണ് എന്റെ ആഗ്രഹം. മനസ്സിലായോ? ഞാൻ വലിയ പ്രോയും അല്ല, നൂബും അല്ല. നിങ്ങൾ പറ, ഞാൻ പ്രോയാണോ നൂബാണോ? ഓക്കെ, ഇപ്പൊ 42 കിട്ടിയിട്ടുണ്ട്. ആക്ച്വലി നമുക്ക് ഇനി ഒരു വീടില്ല. ഇതൊക്കെ ഗോൾസ് അത്രയ്ക്കുള്ളൂ. ഓക്കെ, ഗോൾസ് വളരെ കുറവാണ്. ഓക്കെ, നിങ്ങള് ഈ ഒരു സൈഡിൽ കാണുന്ന നൈറ്റ് വിഷന്റെ ചിഹ്നം ആക്ച്വലി ഞാൻ വെച്ചതല്ല. സത്യം, ഞാൻ വെച്ചതല്ല. അത് എങ്ങനെ വന്നു എന്ന് പോലും എനിക്കറിയില്ല. പിന്നെ അവിടെ കടന്നോട്ടെ ഞാൻ കരുതി. ഓക്കെ, കുറച്ച് സ്റ്റിക്സ് എടുത്തേക്കാം. കുറച്ച് സ്റ്റിക്സ് ഉണ്ടാക്കിയിട്ട് ഫസ്റ്റ് നമുക്ക് ഐശ്വര്യായിട്ട് ഒരു സാധാരണ ഒരു പിക്കാക്സ് ഇവിടെ, പിന്നെ ഒരു ആക്സ് ഇവിടെ, പിന്നെ ഒരു സോഡ് ഇവിടെ. അത്ര മതി. അപ്പൊ അത്ര മതി. പിന്നൊരു ചെസ്റ്റ് പ്ലേറ്റ്, അതേപോലെ ഒരു ലെഗിൻസ് കിട്ടിയില്ല. ലെഗിൻസ്, ഒരു ഹെൽമെറ്റ്, ഒരു ബൂട്ട്. ഇത്ര ആയിട്ടില്ല. അത് 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 ഇത്ര മതി ഗൈസ്. ഷാരഗിരി സെറ്റാണ്. ഓക്കെ ഗൈസ്, ഇപ്പൊ നമ്മളെ ഫസ്റ്റത്തെ എപ്പിസോഡിൽ നമ്മൾ ഫുൾ അയൺ ആർമർ ആയിരിക്കുകയാണ്. അയൺ ആർമറും അയൺ ടൂൾസും ആയിട്ടുണ്ടതാ. ഇത്രയും ടൂൾസ് ഉണ്ട്. പിന്നെ 10 ബാക്കിയുണ്ട്. ഇനി എന്ത് വേണം ഗൈസ്? ഇനി ഒരു വീട് മതി. ഇനി ഒരു വീട് വേണം. അപ്പൊ കുറച്ച് കബിൾ സ്റ്റോൺ എടുത്ത് കുറച്ച് പ്ലാങ്ക് എടുത്തിട്ട് ഇത്ര പോരാ. നമുക്ക് ഇനിയും മരം വെട്ടണം, അറിയാലോ. ഹലോ ഗായ്സ്, അപ്പോ ഞാൻ വീണ്ടും ഐ മീൻ കുറച്ച് നേരത്തിന് ശേഷം
എന്റെ വീടുണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. കുഞ്ഞു വീടാണ്, ഞാൻ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നത്. ഇതാണ് എന്റെ വീട്. ഇത് ഞാൻ തന്നെ ഉണ്ടാക്കിയതാണ് ആക്ച്വലി. കണ്ടു തോന്നില്ലേ? ഞാൻ കഷ്ടപ്പെട്ട് ഇതിന്റെ ഒപ്പം ചേർന്ന് പോകുന്നുണ്ടോ? ചേർന്ന് പോവരുത് എന്നാണ് എന്റെ ഒരു ഇത്. സ്പെഷ്യൽ ആയിരിക്കണം. ഇത് VIP ഓൺലി. ഇത് കുഞ്ഞൊരു വീടാണ്, അതിനധികം സ്പേസ് ഒന്നുമില്ല. 2 നില വീടാണ്, കുഞ്ഞൊരു 2 നില വീട്. ഒക്കെ ഒരു കുഞ്ഞൊരു വീട് ഇവിടെ ഇരിക്കണമായി തോന്നിയിട്ടുണ്ട്. ഉണ്ടോ? അപ്പൊ ഈ ഒരു പെട്ടിയും പെട്ടകൊക്കെ എടുത്തിട്ട് നമുക്ക് അകത്ത് കൊണ്ടുപോയി വെച്ചിട്ട് ഈ ഒരു വീഡിയോയുടെ വേണ്ടി ഇപ്പൊ ഞാൻ കുറെ നേരം കളിക്കാൻ തുടങ്ങിയിട്ട്. ഇതിവിടെ എല്ലാം ഇവിടെ വെക്കട്ടെ. പിന്നെ ഇത് അതേപോലെ ബ്ലാസ്റ്റർല്ലോ, ഇതെനിക്ക് ആ വില്ലേജ് ഇത് കിട്ടിയപ്പോ കിട്ടിയതാ. അപ്പൊ അതാ ഇത്രയുള്ള കുഞ്ഞൊരു വീടാണ്, തിക്കി തിരക്കൊക്കെ ഉള്ള വീടാണ്. അതൊക്കെ ഡേർട്ടേ മാറ്റിയിട്ടില്ല. സ്പേസ്, ചാടാനുള്ള സ്പേസ്, ഇവിടെ ചാടാനുള്ള സ്പേസ് ഇല്ല, ഇവിടെ ചാടാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെ ഞാൻ കുറച്ചും കൂടെ ഉണ്ടാക്കി, കാരണം അതാ ഇത് തല മുട്ടാണ്, കേറാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ചും കൂടെ ഒന്ന് ചെറുതാക്കി ഇങ്ങനെ ലെവലപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇത് കുറെ സമയം പിടിച്ചിട്ടുണ്ട്. ഇത് ചില്ലൊക്കെ ഇതാ വെച്ചിട്ടുണ്ട്. അപ്പൊ ചില്ലൊക്കെ വെക്കണം, ജനാല വെക്കണം, ഇവിടെ ഒക്കെ വെക്കണം ജനാല. അതൊക്കെ നമുക്ക് വരുന്ന എപ്പിസോഡില് ശരിയാക്കാവുന്നതാണ്. എപ്പിസോഡ് ഇടുകയാണെങ്കിൽ മാത്രം. ഓക്കെ, അത്രയേ ഉള്ളൂ എന്റെ ഈ ഒരു എപ്പിസോഡിന്റെ വിശേഷങ്ങള്. തുടർന്ന് നമുക്ക് കാണാവുന്നതാണ്. കണ്ടോ? അപ്പൊ തുടർന്നുള്ള എപ്പിസോഡിൽ കാണാം ഗൈസ്. See you. Ta-da!